Hello everyone, welcome to Winners Classroom. ഇനി ഹൈഡ്രജൻ ഇവിടെ കൊണ്ടിട്ടിട്ടുണ്ട്. ഇതാണ് ഹൈഡ്രജന്റെ പൊസിഷൻ. അപ്പോൾ നോർമലി പറയുമ്പോൾ മെറ്റൽസ് എല്ലാം ഡൈല്യൂട്ട് ആസിഡുമായിട്ട് റിയാക്ട് ചെയ്ത ഹൈഡ്രജൻ കിട്ടുന്നൊക്കെ നമ്മളിങ്ങനെ പറയും. പക്ഷേ ഇതിന്റെ മുകളിലോട്ടുള്ളവരേ ഉള്ളൂ. അങ്ങനെയുണ്ട്. അതായത് ഈ ഹൈഡ്രജനെ പ്ലേസ് ചെയ്തിട്ടുണ്ടല്ലോ, ഈ ഹൈഡ്രജന്റെ above in this reactivity series, which all metals are coming above hydrogen can give out hydrogen. അങ്ങനെയാണ്. ഇതാണ് പൊട്ടാഷ്യം പ്ലസ് ഹൈഡ്രോക്ലോറിക് ആസിഡ്. ഇവിടെ അക്വസ് എന്ന് എഴുതും, ഹൈഡ്രോക്ലോറിക് ആസിഡ് എന്നുള്ളത് അല്ലെ. നമ്മൾ ആദ്യം ഒന്ന് ആ റിയാക്ഷൻസ് അക്വസ് ആണെന്ന് എഴുതും, എന്നാലേ പറ്റുള്ളൂ. ഓക്കെ, അക്വസ് ആവുമ്പോൾ നമുക്ക് കിട്ടുന്നത് ആരായിരിക്കുന്നോ, പൊട്ടാഷ്യം ക്ലോറൈഡ് ആൻഡ് ഹൈഡ്രജൻ. ഇതാണ് കിട്ടുക. ഹൈഡ്രോക്ലോറിക് ആസിഡ്, ഇത് പൊട്ടാഷ്യം ക്ലോറൈഡ്, ഇതൊക്കെ അറിയായിരിക്കും. ഇനി ഇത് ബാലൻസ്ഡ് അല്ല. ഇത് കണ്ടോ, 2 ഹൈഡ്രജൻ. സോ ഹിയർ വി നീഡ് 2. ഇനി അപ്പൊ ക്ലോറിൻ ഇവിടെ ഒരെണ്ണുള്ളൂ. അപ്പൊ ഇവിടെയും നമ്മളൊരു 2 കിട്ടണം. അപ്പൊ പൊട്ടാഷ്യം ഇവിടെയും നമ്മളൊരു 2 കിട്ടണം. ഇപ്പൊ ബാലൻസ്ഡ് ആയി. ഹൈഡ്രജൻ ഗ്യാസ് കിട്ടി. ഇനി ഇത് വയലന്റ് റിയാക്ഷൻ ആണ്, വയലന്റ്ലി ഉണ്ടാകുന്ന ഒരു കാര്യമാണ്. ഇനി പൊട്ടാഷ്യം കഴിഞ്ഞാൽ വരുന്ന ആള് സോഡിയം. ഇതിങ്ങനെ നമുക്ക് ഇനി ഈ ചാപ്റ്റർ കഴിയുന്നവരിടയ്ക്ക് ഇതിങ്ങനെ എഴുതിപ്പോവാം. അപ്പൊ കുറെ കൂടി ഇത് ഓർക്കും. പൊട്ടാഷ്യം കഴിഞ്ഞാൽ വരുന്ന ആള് സോഡിയം. സോഡിയവും ഇതേപോലെ തന്നെ വരും. ബിക്കോസ് സോഡിയം ആൻഡ് പൊട്ടാസ്യം ബോത്ത് ആർ ഇൻ ദ സെയിം ഗ്രൂപ്പ്. ഫസ്റ്റ് ഗ്രൂപ്പിലുള്ളവരാ. അവരുടെ എന്താ പറയാ, ക്ലോറൈഡ് ആണെങ്കിലും ഒക്കെ ഇത് കണ്ടോ, KCl, ഇവിടെ NaCl. അപ്പൊ ബാലൻസിങ് വരെ ഈസി. ഇവിടെ എന്താണോ അതുപോലെ ഇങ്ങോട്ടങ്ങ് എഴുതിയാൽ മതി. ബിക്കോസ് ദേ ആർ ഇൻ സെയിം ഗ്രൂപ്പ് ആൻഡ് റിയാക്ടിവിറ്റിയിൽ അടുത്തടുത്തായിരിക്കുന്നത്. സോ ഇയാളും വയലന്റ് ആയിട്ട് റിയാക്ട് ചെയ്യുന്ന ആളാണ് വിത്ത് ആസിഡ്. ദിസ് റിയാക്ഷൻ ഈസ് ഓൾസോ വയലന്റ്. ഇനി പൊട്ടാഷ്യം കഴിഞ്ഞു, സോഡിയം കഴിഞ്ഞു. ഇനി നമ്മുടെ ഇതെല്ലാം കൂടി ഇല്ല. ഇനി നമുക്ക് പഠിക്കാൻ തന്നിരിക്കുന്നത് മാഗ്നീഷ്യം ആണ്. കാൽഷ്യം ഒഴിവാക്കിയിട്ടുണ്ട്. എന്താ പറഞ്ഞൂടാ, കാൽഷ്യം ആണെങ്കിൽ കാൽഷ്യം ക്ലോറൈഡ് കിട്ടും, അത്രേ ഉള്ളൂ. ഓക്കെ, എന്തായാലും ഇതിനകത്തുള്ള പോലെ പോവാം. മാഗ്നീഷ്യം ആണ് ഇനി തന്നിരിക്കുന്നത്. മാഗ്നീഷ്യം ആണേലും കാൽഷ്യം ആണേലും രണ്ടും ഒരുപോലെ. എന്താ, അവര് ഒരേ ഗ്രൂപ്പ്. എന്നാൽ നമുക്ക് അതും കൂടി ഇടിക്കും. എന്തിനാ ഒഴിവാക്കുന്നത്, കാൽഷ്യം കിടക്കട്ടെ. ഒരേ ഗ്രൂപ്പാണ്. സോ അതുകൊണ്ടായിരിക്കും ചിലപ്പോൾ ഇവരത് ഒഴിവാക്കി വിട്ടത്. രണ്ടും ഒരുപോലെ ഇരിക്കും. കാൽഷ്യം ക്ലോറൈഡ്, കാൽഷ്യം ഈസ് ഇൻ സെക്കൻഡ് ഗ്രൂപ്പ്. അപ്പോ CaCl2. ബിക്കോസ് ക്ലോറിൻ എപ്പോഴും -1 നിൽക്കുള്ളൂ. കാൽഷ്യം ജന്മം ചെയ്ത 2 ഇലക്ട്രോണിനെ കൊടുത്തിട്ടേ അടങ്ങുള്ളൂ. ഈ 2 ഇലക്ട്രോണിനെ ആക്സെപ്റ്റ് ചെയ്യാൻ വി നീഡ് 2 ക്ലോറിൻ ആറ്റംസ്. അപ്പൊ അതാണ് CaCl2. ഓക്കെ, ഇതിന്റെ കൂട്ടത്തിൽ നമുക്ക് കിട്ടും ഹൈഡ്രജൻ. ഇനി ഇവിടെ ഒരു 2 കിട്ടാൻ ഇതാ. ഓക്കെ, എല്ലാവർക്കും കോമ്പൗണ്ട്സ് നെയിം ഒക്കെ അറിയാന്ന് വിചാരിച്ചിട്ടാ വിടുന്നത്. ആരാ കാൽഷ്യം എഴുതണം ഇനിയല്ല, അറിയാലോ. ഇത് അക്വസ് എന്ന് എഴുതിക്കോട്ടോ എല്ലായിടത്തും. ഞാൻ വർത്തമാനം അല്ല പറഞ്ഞു തരുന്നതിന്റെ കൂട്ടത്തിൽ വിടുന്ന. ഇതാ കാൽഷ്യം ക്ലോറൈഡ്, ഇതൊക്കെ അറിയാലോ. കാൽഷ്യം ക്ലോറൈഡ്, ഹൈഡ്രജൻ ഗ്യാസ്. ഇനി മാഗ്നീഷ്യവും കാൽഷ്യം കഴിഞ്ഞാൽ ഇവിടെ വരുന്ന ആള് മാഗ്നീഷ്യം ആണ് കേട്ടോ. അതുകൊണ്ട് ഞാൻ ഉടനെ ഇതാ എവിടുന്ന് ഇതൊക്കെ വരുന്നതെന്ന് ആലോചിക്കും ചിലപ്പോൾ. കാൽഷ്യം കഴിഞ്ഞാൽ റിയാക്ടിവിറ്റി സീരീസിൽ വരുന്ന ആള് മാഗ്നീഷ്യം ആണ്. ആൻഡ് മാഗ്നീഷ്യം ആൻഡ് കാൽഷ്യം ബോത്ത് ആർ ഇൻ സെയിം ഗ്രൂപ്പ്. അപ്പൊ ഒരേപോലെ ഇരിക്കും എഴുതിയാല്. Mg plus HCl gives MgCl2. സി, ഇവിടെ മാഗ്നീഷ്യം ഈസ് ഇൻ സെക്കൻഡ് ഗ്രൂപ്പ്. ഇയാൾ 2 ഇലക്ട്രോണെ കൊടുക്കും. 2 ഇലക്ട്രോണെ ആക്സെപ്റ്റ് ചെയ്യണമെങ്കിൽ 2 ക്ലോറിൻ ആറ്റംസ് വേണം. ഓക്കെ, ഇങ്ങനെ ഇരിക്കും. നീ ഇത് അധികം ആലോചിക്കേണ്ടത്. ഇവിടെ എന്താണോ അതുപോലെ ഇങ്ങോട്ട് എഴുതിയാൽ മതി. ഓക്കെ, മാഗ്നീഷ്യം ക്ലോറൈഡ് അക്വസ് ആണ്. ആൻഡ് ഇവരുടേത് റാപ്പിഡ് റിയാക്ഷൻ ആയിരിക്കും. അത്രയ്ക്ക് വയലന്റ് ആണെന്ന് പറയാൻ പറ്റില്ല, എന്നാലും റാപ്പിഡ് റിയാക്ഷൻ ആയിരിക്കും. ഇവരും അതെ, ക്വൈറ്റ് റാപ്പിഡ് റിയാക്ഷൻ ആയിരിക്കും. കണ്ടോ, റിയാക്ടിവിറ്റി കുറഞ്ഞു വരുന്നു. ഒരാൾ വയലന്റ് ആയിരുന്നു, പിന്നെയും വയലന്റ് ആയി, പിന്നെ റാപ്പിഡ് ആയി, പിന്നെ റാപ്പിഡ്. ഇനി വരുന്ന ആൾ സ്ലോ ആയിരിക്കും. ഇനി മാഗ്നീഷ്യം കഴിഞ്ഞാൽ ആരാ വരുന്നേ? അലുമിനിയം. അലുമിനിയം. ഇത് ഇടയ്ക്കിടയ്ക്ക് ചോദിക്കും. നിങ്ങൾ ആ ഇടയ്ക്കിടയ്ക്ക് റിയാക്ടിവിറ്റി സീരീസ് കാണാനും ഓർക്കാനും വേണ്ടിയാണ് ചോദിക്കുന്നത്. ഇടയ്ക്കിടയ്ക്ക് എഴുതി വെച്ചത് നോക്കി പറയണം. ഓക്കെ, അലുമിനിയം റിയാക്ട് ചെയ്യാണ്. ഹൈഡ്രോക്ലോറിക് ആസിഡ് തന്നെ.
റിയാക്ട് ചെയ്യുമ്പോൾ അലുമിനിയത്തിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എത്രയായിരിക്കും? AlCl എന്ന് മതിയല്ലോ, പോരല്ലോ. അലുമിനിയം +3 ക്ലോറിൻ -1 ബാലൻസ് ചെയ്യണമെങ്കിൽ ഇവിടെ ഒരു 3 ഇട്ടു കണ്ടോ. ഇപ്പൊ ഇവിടെ -3 ഇവിടെ +3 ബാലൻസ്ഡ് ആയി. എക്സാമിന്റെ സമയത്ത് കുറെ ഇക്വേഷൻസ് മീൻസ് കെമിക്കൽ കോമ്പൗണ്ട്സ് എല്ലാം പഠിച്ചിട്ട് പോകുമ്പോൾ കൺഫ്യൂഷൻ വരും. അപ്പൊ ഇങ്ങനെയൊക്കെ ഓർത്താൽ കുറച്ചും കൂടി എളുപ്പത്തിൽ കറക്റ്റ് ചെയ്തെടുക്കാം. അപ്പം ഇവിടെ -1 ആണ്, ഇവിടെ +3 ആണ്, അപ്പൊ ഇവിടെ 3 വേണം. ഇനി ഇത് ബാലൻസ് ചെയ്യണം. ഇവിടെ ഇപ്പോ 2Al + 6HCl gives 2AlCl 3 + 3H2. ഞാനിങ്ങനെ നമുക്ക് ഇവിടെ 2 ഇവിടെ 3. ഇത് ഗ്യാസ് ആണ് കേട്ടോ, ഓരോ പ്രാവശ്യം എഴുതാൻ പറ്റുമെന്നാ. ഇത് 3 ഉണ്ട്, 2 ഉണ്ട്. അപ്പൊ രണ്ടും ശരിക്കും പറഞ്ഞാൽ 6 ഇട്ട് കൊടുക്കേണ്ടി വരും. ഇവിടെ 3 ഇവിടെ 2 ആണ്. ഇവിടെ 6 വേണമല്ലോ, വേണം. ഇവിടെ 6 വേണം. അപ്പൊ ഇവിടെ ഒരു 2 വേണം. അപ്പൊ ഇവിടെ ഒരു 2 വേണം. ഇവിടെ ഒരു 3 വേണം. ഇതാണോ എന്നെ പറഞ്ഞേ? Yes, ma'am. ഞാൻ ഇങ്ങനെ ആലോചിച്ച് വരുള്ളൂ. ഇതുണ്ടോ, ഇവിടെ 3ഉം 2ഉം കാണുമ്പോൾ തന്നെ അറിയാം അത് രണ്ടും കൂടി മാച്ച് ആവൂല. പിന്നെ ഒരു വഴിയുള്ളത് 6 ഇടുന്നതാണ്. ഓക്കെ, അപ്പൊ ഇതാണ് റിയാക്ഷൻ. ഇത് സ്ലോ ആണ്. സ്ലോ ഇൻ ദ ബിഗിനിങ്, തുടക്കത്തിൽ കുറച്ച് സ്ലോ ആയിരിക്കും. എന്നിട്ടോ ദെൻ റാപ്പിഡ് ആയിരിക്കും. ചേഞ്ചസ് ഉണ്ടോ? ഞാൻ ചോദിക്കട്ടെ, സിങ്ക് ആരാ പറയാ? ആദർശേ, ഇപ്പൊ നമ്മൾ കുറെ ഇക്വേഷൻ കണ്ടല്ലോ. ഹൈഡ്രോക്ലോറിക് ആസിഡുമായിട്ട് സിങ്ക് റിയാക്ട് ചെയ്താൽ നമുക്ക് ആരെയാ കിട്ടേണ്ടത്? സിങ്ക് Cl ആണോ? അങ്ങനെയൊക്കെ ഒരു കൺഫ്യൂഷൻ വരാം, സ്വാഭാവികം. സിങ്ക് +2 ക്ലോറിൻ -1 ബാലൻസ് ചെയ്യണമെങ്കിൽ ഇവിടെ ഒരു 2 വേണം. ZnCl2. ഇവിടെ ആക്ച്വലി നമ്മൾ എഴുതുമ്പോ ഇതൊന്നും കമ്പൽസറി അല്ല. ഇതൊക്കെ നമ്മൾ ഈ ഇക്വേഷൻ ഓർക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞ കാര്യങ്ങളാണ് കേട്ടോ. ബുക്കിൽ നോക്കുമ്പോൾ ചിലപ്പോൾ ഇതൊന്നും ഉണ്ടാവില്ല, നമ്മളങ്ങനെ എഴുതി പോവാണ്. ഓക്കെ, ഇതിന്റെ കൂടെ വരുന്ന ആളാണ് ഹൈഡ്രജൻ ഗ്യാസ്. ഓക്കെ, ഇത് ഇവിടെ ഒരു 2 ഇട്ടാൽ മതി, ബാലൻസ്ഡ് ആയി. ഓക്കെ, അങ്ങനെ നമ്മൾ സിങ്ക് വരുത്തി. ഇനി വരുന്നയാളാണ് അപ്പൊ ഈ പുള്ളി എങ്ങനെയാ? സ്ലോ ആണ് കേട്ടോ, നോട്ട് റാപ്പിഡ്, ക്വൈറ്റ് സ്ലോ. താഴോട്ട് വരികയാണ് നമ്മുടെ റിയാക്ടിവിറ്റി സീരീസിന്റെ. ഇവിടെ ഇങ്ങനെ ഇട്ടാൽ ഒന്നും കൂടി പെർഫെക്റ്റ് ആയി. ഇനി ഇങ്ങനെ ഈ 2 ഇടുന്നതിന്റെ റീസൺ ഇതിനു മുമ്പും പറഞ്ഞിട്ടുണ്ട്. +2 ഓക്സിഡേഷൻ സ്റ്റേറ്റിലാണ് അയൺ നിൽക്കുന്നത് എന്ന് കാണിക്കാൻ വേണ്ടി ഇവിടെ ബ്രാക്കറ്റിൽ 2 ഇട്ട് കൊടുക്കുന്നത്. ഇതിന്റെ കൂടെ നമുക്ക് ഹൈഡ്രജനെ കിട്ടും. Cl aqueous കൊണ്ട് കൊടുത്തിട്ട് ഒരു കാര്യമില്ല, നോ റിയാക്ഷൻ അറ്റ് ഓൾ. Dilute acid because they are less reactive. Than hydrogen. ഇനി എന്താ ലെസ് റിയാക്റ്റീവ്? അത് തന്നെ നമുക്ക് പല രീതിയിൽ ഓപ്ഷൻസ് തരാം. ചിലപ്പോൾ ലെസ് റിയാക്റ്റീവ് ആയിരിക്കും, ചിലപ്പോൾ പറയും സൾഫ്യൂറിക് ആസിഡ് വന്നു, അപ്പൊ നമുക്ക് എന്തായാലും സൾഫേറ്റ് കിട്ടണം അല്ലെ. എങ്ങനെ എഴുതും? K വേണം, പിന്നെ ഒരു SO4 വേണം. ഇതാണല്ലോ സൾഫേറ്റ് എന്ന് പറയുമ്പോ. ഇവിടെ 2 വേണോ 1 വേണോ 3 വേണോ അങ്ങനെയൊക്കെ ഒരു ഡൗട്ട് ഉണ്ടാവും. ഇതിനു മുമ്പ് ഞാൻ പറഞ്ഞിട്ടുണ്ട്. എപ്പോഴാ നമ്മള് ഈ SO4ന്റെ അയണിക് സ്റ്റേറ്റ് എങ്ങനെയായിരുന്നു ഓർമ്മയുണ്ടോ? 2- നിൽക്കുള്ളൂ. SO4 എപ്പോഴും 2- ആണ്. പൊട്ടാഷ്യോ +1, കാരണം അത് ഫസ്റ്റ് ഗ്രൂപ്പിലാണ്. ഇവര് തമ്മിൽ ബാലൻസ് ആവില്ല ഉണ്ടോ. അപ്പൊ ഞാൻ ഇവിടെ 2 കൊണ്ട് കൊടുക്കും. സി 2 × 1 2, ഇവിടെ -2, അപ്പൊ ബാലൻസ്ഡ് ആയി കണ്ടോ. K2SO4 ആണ്. ഇതിന്റെ ഒപ്പം നമുക്ക് കിട്ടുന്ന ആള് ഹൈഡ്രജൻ തന്നെയാണ്. ഇത് ബാലൻസ്ഡ്. ഇവിടെ 2. ഇനി ഇതേ ഗ്രൂപ്പിൽ പെട്ട ആളാണ് അടുത്ത ആൾ വരുന്നത്, സോഡിയം. ഇതേപോലെ ഇരിക്കും. അപ്പൊ പിന്നെ അധികം ആലോചിക്കാനൊന്നുമില്ല. 2Na ആയിരിക്കും. H2SO4 ഇതേപോലെ ഇരിക്കും. മീൻസ് കെയുടെ പ്ലേസിലൊക്കെ ആ എണ്ണ അങ്ങ് കൊണ്ടിട്ടാ. ഓക്കെ, അപ്പം പൊട്ടാഷ്യം കഴിഞ്ഞു, സോഡിയം കഴിഞ്ഞു. പിന്നെ വരുന്ന ആളാരായിരുന്നു? ആരും പറയുന്നില്ല, ആദ്യം മാത്രമേ പറയുന്നുള്ളൂ. ട്രൈനെ നെക്സ്റ്റ് ആരാ ഇനി വരേണ്ടത്? പൊട്ടാഷ്യം, സോഡിയം, പിന്നെ ആരാ? ട്രൈൻ ഇവിടെ ഉണ്ടായിരുന്നല്ലോ കുറച്ച്. ഉണ്ടല്ലോ.
എടാ വാവയുണ്ടോടാ അടുത്ത്? വാവനോട് ഞാൻ വൈകിട്ട് ക്ലാസ്സിന് പറഞ്ഞു അതിന് മാത്രം ക്ലാസ് എടുക്കുമ്പോൾ മിണ്ടാനും പറ്റില്ല. വാവയാണെങ്കിൽ ചാടി ചാടി ആൻസർ പറയും. പോട്ടെ. റോഷൻ പൊട്ടാഷ്യം കഴിഞ്ഞു, സോഡിയം കഴിഞ്ഞു, പിന്നെ ആരാ റോഷൻ? കാൽഷ്യം. യെസ്, കാൽഷ്യം. കാൽഷ്യം ഈസ് ഇൻ സെക്കൻഡ് ഗ്രൂപ്പ്. അത് ഓർത്ത് വേണം നമ്മൾ ഇനി ഇക്വേഷൻസ് എഴുതാൻ. ഓക്കെ, ഇവിടെ ഇങ്ങനെ ഇരിക്കും. ഇനി CaSO4 കാൽഷ്യം ഈസ് ഇൻ സെക്കൻഡ് ഗ്രൂപ്പ് എന്ന് പറയുമ്പോൾ ഇറ്റ് ക്യാൻ ഗിവ് ഔട്ട് 2 ഇലക്ട്രോൺസ്. SO4 എപ്പോഴും 2- ആണ്. അപ്പൊ ഇത് തന്നെ മതി. ഇത് കണ്ടോ, 2 + 2- ബാലൻസ്ഡ് ആയി. അപ്പൊ ഇത് തന്നെയാണ് ഇവരുടെ കെമിക്കൽ ഫോർമുല. ഇനി ഒന്നും മാറ്റാനൊന്നുമില്ല. പിന്നെ ഇവിടെ ഒരു H2 വേണം. H2 എല്ലാം ബാലൻസ്ഡ് ആണ്, ഒരു കുഴപ്പമില്ല. ഇങ്ങനെ ഇട്ടാൽ മതി. കുറച്ച് സ്പീഡ് ഞാൻ കൂട്ടിയിട്ടുണ്ടോ, തീരുന്നില്ല. അതുകൊണ്ടാ കുറെ ഇക്വേഷനും ഒക്കെ ഉണ്ട്. മനസ്സിലാവുന്നുണ്ടോ? സ്പീഡ് കൂടിയിട്ടും കുഴപ്പമുണ്ടോ? എവിടുന്നൊക്കെയോ 2 + 2- എന്നൊക്കെ പറയുന്നുണ്ട്. ശ്രദ്ധിക്കണം കേട്ടോ. എവിടുന്ന അതൊക്കെ വന്നതൊക്കെ നമ്മൾ ഇതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ടെന്ന് എന്റെ ഓർമ്മ. SO4 2- ആണ് ഒക്കെ പറഞ്ഞു പോയിട്ടുള്ളതാ. ഓക്കെ, അപ്പൊ അടുത്തത് കാൽഷ്യം കഴിഞ്ഞാൽ വരുന്നയാള് മെഗ്നീഷ്യം. മെഗ്നീഷ്യം ഈസ് ഓൾസോ ഇൻ സെക്കൻഡ് ഗ്രൂപ്പ്. അപ്പൊ ദേ കാൽഷ്യം കിടക്കുന്ന അതേപോലെ എഴുതി പോയാൽ മതി. വേറെ പ്രത്യേകിച്ചൊന്നും ആലോചിക്കാനില്ല. MgSO4 ആയിരിക്കും, ഹൈഡ്രജൻ ആയിരിക്കും. ഇതിനൊന്നും ഒരു ചേഞ്ചും ഇല്ല. പേരൊക്കെ അറിയാലോ അല്ലെ? ഞാൻ അറിയാന്ന് വെച്ചിട്ട് ഒന്നും എഴുതാണ്ട് പോകുന്നത്. മെഗ്നീഷ്യം ഇതൊക്കെ പരിചയമായില്ലേ ഇപ്പൊ? മെഗ്നീഷ്യം സൾഫേറ്റ്, കാൽഷ്യം സൾഫേറ്റ്, സോഡിയം സൾഫേറ്റ്, അതൊക്കെ ഇപ്പൊ എല്ലാവർക്കും പഠിച്ചിട്ടുണ്ടാവും. ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ പറ, പേര് എഴുതി വെക്കാം നമുക്ക് അതിന്റെ അടിയിൽ. വേണോ? ആവശ്യമുണ്ടോ? നിങ്ങൾക്ക് ഇപ്പോഴും കുറെ കേട്ടല്ലോ എന്ന് വെച്ചിട്ടാണ്. കിട്ടി കാണുമ്പോ അല്ലേ? ഓക്കെ, അങ്ങനെ മെഗ്നീഷ്യവും കഴിഞ്ഞു. പിന്നെ വരുന്നയാള് അലുമിനിയം. റിയാക്ട് ചെയ്യുമ്പോ നമുക്ക് അലുമിനിയം സൾഫേറ്റ് കിട്ടണം. നമുക്ക് അവിടെ 2 ഉം 3 ഒക്കെ എന്തൊക്കെ ഇടാനുണ്ട്, അതവിടെ കിട്ടണം. നമുക്ക് ആലോചിച്ചിടാം. കാണാപ്പാടം പഠിക്കണ്ട, ആലോചിച്ചിടാം. ഇതിന്റെ കൂട്ടത്തിൽ ഒരു ഹൈഡ്രജനും വരും, അത് ഉറപ്പാ. നമുക്ക് അലുമിനിയം സൾഫേറ്റ് കറക്റ്റ് അല്ല ഞാൻ എഴുതിയേക്കുന്നത്, കുറച്ച് സ്പേസ് വിട്ടോട്ടോ അവിടെ ഇവിടെയൊക്കെ. നോക്കിയോ, അലുമിനിയം ഞാൻ കുറച്ച് മുമ്പ് പറഞ്ഞായിരുന്നു. അലുമിനിയത്തിന്റെ സ്റ്റേറ്റ് എങ്ങനെയായിരിക്കും കിടക്കുക? ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഓഫ് അലുമിനിയം +3. സൾഫേറ്റ് ആണെങ്കിൽ എപ്പോഴും -2 ഇങ്ങനെ കിടക്കുള്ളൂ. കണ്ടോ, ഇവരിങ്ങനെ കിടന്നാൽ ശരിയാവില്ല. ഇവിടെ +3, ഇവിടെ -2, ബാലൻസ്ഡ് അല്ല. പിന്നെ ചെയ്യാനുള്ള ഒരു വഴി, ഇവിടെ ഒരു 3 കൊണ്ടിടുക, ഇവിടെ 2 കൊണ്ടിടുക. ഇപ്പൊ ശരി ഉണ്ടോ? 2 × 3 +6, 3 × -2 -6. ഓക്കെ, ന്യൂട്രലായി. അപ്പൊ ഇതാണ് അവരുടെ കെമിക്കൽ ഇക്വേഷൻ ഫോർമുല. അപ്പോ ഇവിടെ എത്തുമ്പോഴാണ് ഈ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ആവശ്യം. ഇവിടെ ഇതെന്തായിരുന്നു? ഇവിടെ 2 ഉണ്ടോ, 2 ടൈംസ് ഉണ്ടോ, 3 ടൈംസ് ഉണ്ടോ എന്നൊക്കെ കൺഫ്യൂഷൻ വരും. സിങ്ക് +2-ലും സൾഫേറ്റ് -2-ലും ആണ് നിൽക്കുന്നത്. കണ്ടോ, ഓൾറെഡി ന്യൂട്രൽ പൊസിഷൻ ആണ്. അപ്പൊ ഇത് തന്നെ മതി. ZnSO4 കിടക്കും +H2 ഗ്യാസ്. ഇങ്ങനെ എഴുതാം, അയൺ സൾഫേറ്റ്. അങ്ങനെയും എഴുതാം, അയൺ സൾഫേറ്റ് എന്നും പറയാം. ഓക്കെ, ഇവിടെ +2 ആണ് ഓക്സിഡേഷൻ സ്റ്റേറ്റ് എന്ന് പറയുമ്പോൾ തന്നെ ഇത് 2- കിടക്കുള്ളൂ. സൾഫേറ്റ് എപ്പോഴും 2- ആണ്. അപ്പൊ ഇത് FeSO4 മതി. ഇതിന്റെ കൂടെ ഹൈഡ്രജൻ ഗ്യാസും കിട്ടും. ഓക്കെ, അയൺ വരെ കഴിഞ്ഞാ ഇനി ഞാൻ പറയാം കോപ്പർ. പിന്നെ വരുന്ന ആളെ നമുക്ക് ബുക്കിൽ അങ്ങനെ വരുന്നുള്ളൂ. അതിന്റെ ഇടയിലുള്ളവരൊന്നും അങ്ങനെ എടുക്കുന്നില്ല. പോട്ടെ, കോപ്പർ മതിയെങ്കിൽ മതി. ഇവിടെ എന്തായിരിക്കും? No reaction. നോ റിയാക്ഷൻ. നമ്മൾ ഹൈഡ്രജന്റെ താഴോട്ട് എത്തി. കണ്ടോ, ഹൈഡ്രജന്റെ താഴെ കിടക്കുന്ന which all metals are below hydrogen in this reactivity series cannot liberate hydrogen from water or any acids. അപ്പൊ ഇവിടെ നോ റിയാക്ഷൻ. ഇവിടുന്ന് അങ്ങോട്ട് താഴോട്ട് എല്ലാവരും അങ്ങനെ തന്നെ. കോപ്പർ കഴിഞ്ഞാരാ? കോപ്പർ എഴുതി പോയിക്കോ, എഴുതി പഠിക്കാൻ. അതിന്റെ ഒപ്പം കോപ്പർ ഉണ്ട്, മെർക്കുറി ഉണ്ട്, സിൽവർ ഉണ്ട്, ഗോൾഡ് ഉണ്ട്. എല്ലാരും നോ റിയാക്ഷനിൽ പെട്ടവരാ. is a strong oxidizing agent. പെട്ടെന്ന് ഓക്സിഡൈസ് ചെയ്യും. It oxidizes the hydrogen evolved to water. ഹൈഡ്രജനെ ഓക്സിഡൈസ് ചെയ്ത് വാട്ടർ ആക്കും, നൈട്രിക് ആസിഡ്. When metals react with dilute
nitric acid hydrogen gas is not evolved. ഈ NO3 എഴുതണമല്ലോ, ഇവിടെ നമ്മൾ എങ്ങനെ എഴുതണമെന്ന് ആലോചിക്കാനാ. അപ്പൊ മെഗ്നീഷ്യം 2+ നിൽക്കുള്ളൂ. NO3 നമ്മൾ ഇതിനു മുമ്പ് എടുത്തിട്ടുണ്ട്. NO3 എങ്ങനെയാ നിൽക്കുക? -1. ഞാൻ ഈ ക്ലാസ്സിലല്ലേ ഇത് പറഞ്ഞു, 9th-ലാണോ? എനിക്കിപ്പോൾ നിങ്ങൾ മിണ്ടാണ്ടിരിക്കുമ്പോൾ എനിക്കൊരു ഡൗട്ട്, 9th-ലാണോ ഇതൊക്കെ പറഞ്ഞു പോയേന്ന്. അപ്പോ മെഗ്നീഷ്യം 2+ നിൽക്കുള്ളൂ, നൈട്രേറ്റ് ആണെങ്കിൽ -1 നിൽക്കുള്ളൂ. ബാലൻസ്ഡ് ആക്കണമെങ്കിൽ ഇവിടെ ഞാനൊരു 2 കൊണ്ടിട്ട് കൊടുക്കാം, ഉണ്ടോ? അങ്ങനെയാണ് ഈ ഇക്വേഷൻ വരുന്നത്. ഇതിന്റെ കൂടെ ഹൈഡ്രജൻ വരും. ഇനി മഗ്നീഷ്യത്തിന്റെ ഒപ്പം ഒരു എക്സെപ്ഷൻ ആയിട്ട് വരുന്നയാളാണ് മാംഗനീസ്. നമ്മൾ പൊതുവെ ഇയാളെ അത്ര മൈൻഡ് ചെയ്യാറില്ല. ഇവിടെ ഈ ഒരു എക്സെപ്ഷൻ ആയതുകൊണ്ട് എക്സെപ്ഷണൽ കേസാണ്, അപ്പൊ നമ്മൾ എടുക്കുക. മാംഗനീസ് ആക്ച്വലി ട്രാൻസിഷൻ എലമെന്റ് ആണ്, നടുക്ക് കിടക്കുന്ന ആളാണ്. നമ്മുടെ പീരിയോഡിക് ടേബിളിന്റെ നടുക്ക് കിടക്കുന്നവർക്ക് പല പല പ്രത്യേകതയുള്ളവരാ. ഓക്കെ, ഇവിടെ എന്തായാലും മാംഗനീസിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് +2 തന്നെയാണ്. അപ്പം MnNO3 ട്വൈസ് വരും, ഇതിന്റെ കൂടെ ഹൈഡ്രജൻ വരും. അപ്പോ നൈട്രിക് HNO3 ഷോർട്ടാക്കി എഴുതിയതാട്ടോ. നൈട്രിക് ആസിഡ് അതിന് മുമ്പ് എഴുതിയിട്ടുണ്ട്. യെസ്, നൈട്രിക് ആസിഡും ഹൈഡ്രോക്ലോറിക് ആസിഡും തമ്മിലുള്ള റേഷ്യോ ബിറ്റ്വീൻ നൈട്രിക് ആസിഡ് ആൻഡ് ഹൈഡ്രോക്ലോറിക് ആസിഡ് വിൽ ബി 1:3. ഈ ഒരു പെർട്ടിക്കുലർ റേഷ്യോയില് കമ്പൈൻ ചെയ്തെടുത്താൽ അത് ഗോൾഡിനെ വരെ ഡിസോൾവ് ചെയ്യും. പക്ഷെ നൈട്രിക് ആസിഡ് ഒറ്റയ്ക്ക് കൊണ്ടുപോയിട്ടൊരു കാര്യമില്ല, ഹൈഡ്രോക്ലോറിക് ആസിഡ് ഒറ്റയ്ക്ക് ഉണ്ടായാലും ഒരു കാര്യമില്ല. റോഷൻ, ഞാൻ ഈ മലയാളത്തിൽ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? ഞാൻ ഈ കഥ പറഞ്ഞു മലയാളമായി പോകണം. അയ്യോ സന്തോഷായി, മലയാളത്തിൽ ആൻസർ. ഇതിങ്ങനെ കഥ പോലെ, അല്ലെങ്കിൽ ഭയങ്കര ബോറടി ആയിരിക്കും കെമിസ്ട്രി, അതുകൊണ്ടും കൂടിയാ. അപ്പൊ ഇങ്ങനെ പറയുമ്പോ കഥ പറയുന്ന പോലെ ആയി പോവാട്ടോ. ഓക്കെ, അപ്പോ എന്താ പറഞ്ഞ, നൈട്രിക് ആസിഡ് ആൻഡ് ഹൈഡ്രോക്ലോറിക് ആസിഡ് മിക്സ്ഡ് ഇൻ ദ റേഷ്യോ 1:3. ഇവരെ ഒറ്റയ്ക്ക് കൊണ്ടുപോയിട്ടൊന്നും ഒരു കാര്യമില്ല, ഇതേ റേഷ്യോയിൽ കൊണ്ടുപോകണം. അപ്പൊ നമുക്ക് ഗോൾഡിനെ ഡിസോൾവ് ചെയ്തെടുക്കാം. ആൻഡ് ഇത് വളരെ ഹൈലി കൊറോസീവ് ആണ്. കൊറോസീവ് ആണെന്ന് മാത്രമല്ല, can even dissolve gold and platinum. ഗോൾഡും പ്ലാറ്റിനവും വരെ ഡിസോൾവ് ചെയ്തെടുക്കുന്ന ആളാണിത്. ഇതാണ് അക്വാ റീജിയൻ. ആൻഡ് ഇവിടെ ഒരു ചെറിയ നോട്ട്, ഇപ്പോൾ ചിലപ്പോൾ നമ്മൾ ഇതൊക്കെ കണ്ടു പഠിച്ചിട്ടേ പോകുമ്പോൾ നൈട്രിക് ആസിഡിനും പറ്റും ഹൈഡ്രോക്ലോറിക്, അങ്ങനെയല്ല, ഇവർ ഈ കോമ്പിനേഷനിൽ മാത്രമേ പറ്റുള്ളൂ. ഒരു നോട്ടായിട്ട് എഴുതാം. ഈവൻ concentrated nitric acid or concentrated hydrochloric acid ഇവർ രണ്ടുപേരും ഒറ്റയ്ക്കാണേലും alone cannot dissolve gold, platinum. പക്ഷെ ഒന്നിച്ച് റേഷ്യോയിൽ എടുത്താലേ